ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നാം വാർഡ് കമ്മിറ്റി രൂപീകരണം മച്ചിയിൽ സതീശൻ കാർത്തികപ്പള്ളിയുടെ വസതിയിൽ വച്ച് നടന്നു. സതീശൻ കാർത്തികപ്പള്ളി സ്വാഗതം ആശംസിച്ചു. തോമസ് കൈപ്പനാനിക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലിം തേക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി AP നാരായണൻ, DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ, V രാജൻ, കുട്ടിച്ചൻ തുണ്ടിയിൽ, KK ബാലരാമൻ, ജമീല കോളയത്ത്, KC അലക്സ്, ജിജി കൊച്ചുപറമ്പിൽ, റോമി ദേവസ്യ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിനോദ് നിരവത്ത് നന്ദി അർപ്പിച്ചും സംസാരിച്ചു. മാതരം വന്ദേ മാതരം മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഉപാധ്യക്ഷന്മാർ ശ്രീ V രാജേട്ടൻ, അതുപോലെ തുണ്ടിൽ കുട്ടിച്ചൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ, മഹിളാ കോൺഗ്രസിന്റെ നേതാക്കൾ, അതുപോലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർമാർ, നമ്മുടെ ഈ വാർഡ് രൂപീകരണ യോഗത്തിലെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാം ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഡ് രൂപീകരണ യോഗം ഈ മാസം 30-ാം തീയതിയോടുകൂടി പൂർത്തീകരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം, കാരണം വരുന്ന ഒരു വർഷത്തിന് ശേഷം ആണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിന് ഒരു വർഷം മുമ്പ് തന്നെ വളരെ ശക്തമായ ചിട്ടയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് KPCC ക്യാമ്പിൽ വെച്ചുണ്ടായ കാര്യപരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മുഴുവൻ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഭാഗമായിട്ട് മെമ്പർമാർക്ക് കൃത്യമായ ക്ലാസ്സുകളും സംഘടനാ ക്ലാസ്സുകളും എല്ലാം നൽകിയതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ എല്ലാം ബഹുമാനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്തൻ അറിയാം, നമ്മുടെ ചരിത്ര ഭൂരിപക്ഷം 1,00,000-ലധികം ഭൂരിപക്ഷത്തോടു കൂടിയാണ് നമ്മൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ചു കയറുന്നത്. 20-ൽ 19 മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷത്തിൽ, കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ചരിത്രപരമായ ഭൂരിപക്ഷത്തിലാണ് നമ്മുടെ ഓരോ മെമ്പർമാരും ജനപ്രതിനിധികളും തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, അതിനേക്കാളും ശക്തമായ പ്രവർത്തനങ്ങളാണ് ഒരു വർഷം മുമ്പ് തന്നെ KPCC ആസൂത്രണം ചെയ്തിട്ട് കേരളത്തിലുടനീളം ഇത്തരം രൂപീകരണ യോഗങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് നമ്മുടെ ശ്രീ മഹേഷ് കുന്നുമ്മലായിരുന്നു. ഈ വാർഡിൽ നിന്നും ഏകദേശം 250 പ്രിയങ്കരായ കോൺഗ്രസിന്റെ പ്രവർത്തകരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഏകദേശം ഒരു വർഷം മുന്നേ ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്. കാരണം മനസ്സിലായി തുടങ്ങി, ഭാരതത്തിന്റെ ഭരണം കോൺഗ്രസിന്റെ കയ്യിൽ എത്തണം. 2 പ്രാവശ്യം നമ്മളെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ച് ആ പൊള്ളത്തരങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അഖിലേന്ത്യാ തലത്തിൽ പോലും കോൺഗ്രസ് ഇത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, UDF വളരെയധികം ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്ത്. അത് സ്ഥിരമായിട്ട് നമ്മൾ UDF തന്നെ ഭരിക്കേണ്ടതാണ്. മുൻകാലങ്ങളിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ പരിഹരിച്ചുകൊണ്ട്, അതിനെക്കുറിച്ച് പരസ്പരം കുറ്റപ്പെടുത്താതെ, നമ്മളെല്ലാവരും പരമാവധി വിട്ടുവീഴ്ചയോടെ, ക്ഷമയോടെ, പാർട്ടിയാണ് ഏറ്റവും വലുത് എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് വേണം ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമായിട്ട് നമ്മൾ പ്രവർത്തനത്തിന് ഏർപ്പെടുന്നതിന് വേണ്ടി. തെരഞ്ഞെടുപ്പിന് ശേഷം സാധാരണഗതിയിൽ നമുക്ക് തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം ലഭ്യമായാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ വിജയത്തിന്റെ ആലസ്യത്തിൽ ഒരുപാട് നാളുകൾ അങ്ങനെ കടന്നുപോകും. അതിനിടയിൽ ഒരുപാട് രാഷ്ട്രീയം മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് നീങ്ങും. പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് വീണ്ടും അതിലേക്ക് തിരിച്ചു വരിക. ചലിപ്പിക്കാൻ പാർട്ടി നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്.
ഇതിനു മുമ്പൊക്കെ ഞാനും നിങ്ങളും കണ്ടിട്ടുള്ളത് വാർഡ് തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തതിനു ശേഷം വാർഡിൽ ആര് സ്ഥാനാർത്ഥിയാകണം എന്നറിയാനും അവിടുന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനം ക്രോഡീകരിക്കാനും വേണ്ടി മാത്രം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മാറ്റി നിർത്തി. അതുപോലെ തന്നെ മുൻകാലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടതുപോലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ എനിക്ക് ലഭ്യമായില്ലെങ്കിൽ ആർക്കും വേണ്ട എന്നുള്ള തോന്നൽ, ഇതൊക്കെ പാർട്ടി പൂർണ്ണ നിങ്ങളുടെയൊക്കെ മനസ്സിലാഗ്രഹം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെറുപുഴ പഞ്ചായത്തിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ കടന്നു വരണം. അത് എ ഓർ ബി ആരായാലും നമുക്ക് പ്രശ്നമില്ല, പക്ഷെ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകൻ. നമുക്ക് ലഭ്യമാകാതെ പോയ വോട്ടുകൾ, കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ലഭ്യമാകാതെ പോയ വോട്ടുകൾ എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നതിനെ കുറിച്ച് പഠനം നടത്താനാണ്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചരിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിലൊക്കെ ചിന്തിക്കുമെങ്കിലും കോൺഗ്രസിന്റെ ചരിത്രത്തിൽ സാധാരണ ഇതിൽ അത്തരത്തിലുള്ള ചിന്ത ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ മറ്റൊരു മിഷൻ മുന്നോട്ട് വെച്ചിരുന്നത് ഈ പറഞ്ഞതുപോലെ 2025 നവംബറോടുകൂടി അധികാരത്തിലേക്ക് വരേണ്ടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ഭാഗമാക്കി മാറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായാണ് ഈ പറഞ്ഞ പോലെ സംസ്ഥാന തലം മുതൽ പഞ്ചായത്ത് തലം വരെ വ്യത്യസ്തമായ കോർ കമ്മിറ്റികൾ രൂപീകരിച്ചു. അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ കടന്നു വരുന്നത് കൊണ്ട്, അതായത് വാർഡ് പുനർനിർണയം കടന്നു വരുന്നത് കൊണ്ട് തന്നെ ഡീലിമിറ്റേഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കുകയും പഞ്ചായത്ത് തലത്തിൽ അതിന് മോണിറ്റർ ചെയ്യാനുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുകയും ഓരോ വാർഡിന്റെയും പ്രവർത്തനങ്ങൾക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും ഓരോ ഭാരവാഹികളെ വെച്ച് ചാർജ് നൽകുകയും പ്രാഥമികമായി മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്ത് ആ മീറ്റിങ്ങുകളിൽ നിന്നും കൺവെൻഷൻ ഡേറ്റ് തീരുമാനിക്കുകയും പിന്നീട് കത്തടിച്ച് വീട് കയറി കോൺഗ്രസിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ അനുഭാവികളുമായ സഹപ്രവർത്തകർ വീടുകളിലേക്ക് കയറി അവരെ ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിന് ശേഷമാണ് ഈ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർത്തിരിക്കുന്നത്. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.